വർഷം 1274. കടൽ വഴി ജപ്പാനെ ആക്രമിക്കാൻ മംഗോളിയൻ പട ഒരുങ്ങി. ഇവരെ നേരിടാൻ പുറപ്പെട്ട ജപ്പാൻ സൈന്യത്തിന് കുറച്ച് വെടിയും പുകയും കണ്ടതേ ഓർമ്മയുള്ളൂ. ജപ്പാൻകാർ അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഈ ബോംബ് എന്ന സാധനം കാണുന്നത്. അത് ജപ്പാൻകാർ മാത്രമല്ല, ഇവരുടെ ഈ കസർത്ത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചൈനക്കാർ വരെ നീളത്തിൽ വൻമതിൽ പണിയേണ്ടി വന്നത്. ഇത് പണിഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. വർഷം 1350 ആയപ്പോഴേക്കും മൊത്തം ചൈനയും മംഗോളിയക്കാരുടെ കീഴിലായി. ചൈന മാത്രമല്ല, റഷ്യയുടെ വലിയൊരു ഭാഗവും മംഗോളിയൻസ് പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് റഷ്യയിലെ രാജാവ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ മംഗോളിയൻസിന് അങ്ങോട്ട് ടാക്സ് കൊടുത്താണ് ജീവിച്ചത്. ഇവരെക്കാളും കഷ്ടമായിരുന്നു ഇറാന്റെ കാര്യം. ഇറാനിൽ നിഷാപൂർ എന്നൊരു സ്ഥലമുണ്ട്. മംഗോളിയൻസ് ഈ പട്ടണം പിടിച്ചടക്കി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ വരെ ഇല്ലാതാക്കി. എന്നിട്ട് ഒരു കല്ല് പോലും ശേഷിക്കാതെ അടിച്ചു തകർത്ത നിഷാപൂരിൽ ബാർലി ചെടികൾ നട്ടു വളർത്തിയ ശേഷമാണ് മംഗോളിയൻസ് പോയതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റ് അടിച്ചു തകർത്ത ശേഷം മംഗോളിയൻസ് യൂറോപ്പിന് നേരെ തിരിഞ്ഞു. അന്ന് കരിങ്കടൽ തീരത്തുള്ള ഒരു പട്ടണമായിരുന്നു കഫ. അവിടെ ഉണ്ടായിരുന്നത് ഇറ്റലിയിൽ നിന്നുള്ള കച്ചവടക്കാരായിരുന്നു. ഈ സമയം മംഗോൾസിലെ പട്ടാളക്കാർക്ക് പ്ലാഗ് പിടിവിട്ട് മരിക്കുവാൻ തുടങ്ങി. അന്ന് കാറ്റാപുൾ എന്നൊരു ഉപകരണം ഉണ്ടായിരുന്നു. ഇതിൽ പ്ലാഗ് വന്ന് മരിച്ച പട്ടാളക്കാരുടെ ശരീരം നിറച്ച് കഫ പട്ടണത്തിന് നേരെ എറിഞ്ഞു. തുടർന്ന് അവിടെയുള്ള എലികൾ വഴി പ്ലാഗ് ജനങ്ങളിലേക്കും പടരുവാൻ തുടങ്ങി. പ്ലാഗ് പടർന്നതോടെ ജനങ്ങൾ അവരുടെ സ്വദേശമായ ഇറ്റലിയിലേക്ക് പോകുവാനും തുടങ്ങി. ഇത് കൂടുതൽ അപകടമുണ്ടാക്കി. പ്ലാഗ് യൂറോപ്പിലും പടരുവാൻ തുടങ്ങി. തുടർന്ന് യൂറോപ്പിലെ ജനസംഖ്യയുടെ 50% പേര് വരെ പ്ലാഗ് കാരണം മരിച്ചു. ഇതാണ് മംഗോളിയൻസ്. ഒരു കാലത്ത് ഈ ലോകത്തെ വിറപ്പിച്ച മംഗോളിയൻസ് ഇന്ന് പക്ഷേ എക്സ്ട്രാ ഡീസന്റ് ആണ്. ഇന്ന് ഇവരെ കണ്ടാൽ ഒരു കാലത്ത് ഇത്രയും തല്ലുകൊള്ളിത്തരം കാണിച്ച് നടന്നവരാണെന്ന് പറയില്ല. ഇന്ന് ഇവർ ഒതുങ്ങി കഴിയുന്നത് ഒരു കണക്കിന് നന്നായി. കാരണം ഇന്ന് ലോകത്തിൽ ആവശ്യത്തിലും കൂടുതൽ പ്രശ്നമുണ്ട്. ഇനി അതിൻ്റെ കൂടെ മംഗോളിയൻസും കൂടി അടിയുണ്ടാക്കേണ്ട കുറവേ ഉള്ളൂ.